Alcohol consumption, smoking, and killing people are dangerous. Seriously, please avoid at least the last one. ഈ വൈഫൈ ശങ്കു, എനിക്കൊരു കോഫി എടുത്ത് തരുമോ? നീ ശരിക്കും കണ്ടോ?
അത് രാഗിണി തന്നെ അല്ലേ? അതോ മെയിലിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാതിരിക്കാൻ വെറുതെ ഇവിടായി പഠിച്ചാണോ? ശങ്കു, ഞാൻ ശരിക്കും കണ്ടതാ. അത് അവള് തന്നെയാ രാഗിണി, എനിക്ക് ഉറപ്പാ. ഇന്നലെ ഞാനും രാഗിണി മാത്രമേ ഫ്ലോറിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഞാൻ മരിച്ചു പോവേണ്ടതാ. അവൾക്ക് ബ്ലാക്ക് മാജിക് പരിപാടിയൊക്കെ ഉള്ളതാ. ഓ, അത് നീ പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയാം. ആദ്യം ഓഫീസിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ബ്ലാക്ക് മാജിക് ഒന്നും അല്ല. പിന്നെ പണ്ട് സെർവർ റൂമിൽ മരിച്ച അംബികാദേവിയില്ലേ, അവരുടെ ദുരാത്മാവ് അവളുടെ ദേഹത്ത് കയറി. അവളെ കണ്ടാ അറിയാം. ദേ നോക്കി, അവളുടെ നോട്ടവും ഭാവവും എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവർ സർവർ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പേടിച്ചിട്ട് ഞാൻ പിന്നെ ആ വഴിക്കൊന്നും പോകാറില്ല. പക്ഷേ നീ ഏതായാലും സൂക്ഷിച്ചോ, നിനക്കിട്ടൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനെന്ത് ചെയ്തിട്ടാ? കഴിഞ്ഞ വർഷം രാഗിണി കൊടുത്ത ചോട്ടാമുമ്പയിലെ തീം മാറ്റിയിട്ട് നീയല്ലേ ആടിൻ്റെ തീം കൊടുത്ത്. അതിൻ്റെ കാര്യം ഇപ്പം എന്തായാലും ഒക്കെ നിൻ്റെ അടുത്തുണ്ടാവും. ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വെച്ച് ചെയ്തതല്ലേ. ചോട്ടാ മുമ്പേ ഇറങ്ങി കഴിഞ്ഞിട്ടല്ലേ ആടിറങ്ങിയ. അപ്പൊ അതല്ലേ ലേറ്റസ്റ്റ് ട്രെൻഡ്. അതുകൊണ്ട് എന്തായാലും ഓഫീസിലാർക്കും ഇപ്പൊ ഉറക്കമില്ലാതായി. നിനക്ക് ഈ ഗോസ്റ്റ് ഹണ്ടേഴ്സിന് വല്ലതും പരിചയമുണ്ടോ? നമുക്ക് ഈ നാഗവലി ഇവിടെ നിന്ന് ഓടിക്കണം. ഒരാളുണ്ട്. അതായത് നമ്മുടെ പുതിയ എത്തിക്കൽ ഹാക്കർ കിരൺ സ്വാമി. അവന് അവനെ വിളിച്ച് സെർവർ റൂമിൽ ഒരു പൂജ ആവാഹനം നടത്തി ഇവളെ ഞാൻ ഇവിടുന്ന് കെട്ടുകിട്ടിക്കും. അവന്റെ പൂജയിലൊക്കെ ഇവള് ഓടൂല. അവൻ വന്നാ നാഗവല്ലിയും രാഗിണിയൊക്കെ പറക്കും. അപ്പോൾ രാഗിണിയുടെ ദേഹത്തുള്ള അംബികാദേവിയുടെ ആത്മാവിനെ ഓടിക്കണം അല്ലേ? ഓടിയാൽ മാത്രം പോരാ, പിന്നീട് ഒരിക്കലും ഇവിടെ തിരിച്ചു വരാനും പാടില്ല. ദിസ് ഇസ് എ ജുജുബി മാറ്റർ. നിങ്ങൾ പൊക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. ഇതിപ്പോൾ കുറേ നേരം ആയല്ലോ നാഗവല്ലി ആട്ടം തുടങ്ങിയിട്ട്. ഇത് ഇന്നെങ്ങാനും നിർത്തുവോ? വലിയ കാര്യമൊന്നുമില്ല. അവളെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഈ പരിപാടിയും പൊട്ടും. ഇവനിതെന്താ ഈ കാണിക്കുന്നത്? അവൾ ആരാണെന്ന് വിചാരിച്ചിട്ടാ? അതാ നാഗവല്ലിയുടെ വാള് അവൻ്റെ പേടലേക്ക് കയറുമ്പോൾ മനസ്സിലാവും.
ആ ഇടതുവശത്ത് കളം വരയ്ക്കുന്നത് നാഗവല്ലി, വലതുവശത്ത് കളം വരയ്ക്കാൻ സഹായിക്കുന്നത് രാമനാഥൻ. ഈ രാമനാഥൻ ആളെങ്ങനെയാ? ഈ പോക്കാണെങ്കിൽ അവൻ അടുത്ത വാവ് തേക്കത്തില്ല. പണ്ട് ഒരു നില കെട്ടിടത്തിൽ തുടങ്ങിയതാണ് നമ്മുടെ ഈ ഓഫീസ്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം പണ്ട് ചത്തുപോയ പട്ടീനെയും പൂച്ചേനെയൊക്കെ കൊണ്ട് കളഞ്ഞിരുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയ സമയത്ത് ആ കുഴിയെടുത്തപ്പം എന്തോരം എല്ലും പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ടോയെന്നറിയോ? ആ സ്ഥലത്താണ് നമ്മുടെ ഈ ഓഫീസ് നിൽക്കുന്നത്. പണ്ടാരോ തുടങ്ങി വെച്ചതാണ് ഈ മാസമുള്ള ഈ ഫെസ്റ്റ്. പിന്നെ ഈ കമ്പനി വളർന്നപ്പം അതൊരാചാരമായിട്ട് അങ്ങ് മാറി. ആ പരിപാടി ഉണ്ടാക്കാൻ വന്ന ആളാണ് ഈ നിൽക്കുന്ന നിരഞ്ജൻ. ആ രാഗിണി, അവളെ സൂക്ഷിച്ചാൽ മതി. അവളാണോ എന്നെ പേടിപ്പിച്ചെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അന്ന് കണ്ട രൂപം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കണ്ടുപിടിക്കുന്നവർക്ക് ഓരോന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഹാക്ക് ചെയ്യുന്ന എനിക്കല്ലേ അറിയാവൂ ഇതിൻ്റെ പാട്. പിന്നെയും കട്ടായി. വലിയ സോഫ്റ്റ്വെയർ കമ്പനിയാണ് പോലും. പാസ്വേഡ് 1234. ഇതൊക്കെ ഇത് പൊട്ടനെ അറിയാത്ത. എന്നാൽ പിന്നെ ഇതൊക്കെ ഇടാതിരുന്നാൽ പോരെ. ദേവദാസ്. അംബികാദേവി. അവളുടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മീറ്റിംഗ് റൂമിലേക്ക് പോകുന്ന ഒരാളാണ് മരണപ്പെട്ടത്. വർഷങ്ങൾക്ക് ശേഷം അവൾ ഈ ഓഫീസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അവളെ ഉപദ്രവിച്ചവരെല്ലാം കൊണ്ടേ പോകും. അംബികാദേവിയുടെ പ്രൊജക്റ്റ് അന്ന് അവൾക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ സീറ്റിലിരിക്കേണ്ടത് അവളായിരുന്നു. ഇനി അംബികാദേവി ഇയാളെങ്ങാനും തട്ടി സർവ്വതി കെട്ടിയതാണോ? അന്ന് അവളെ ആ പ്രോജക്റ്റ് ചെയ്യാൻ സഹായിച്ച ഒരാളുണ്ട്, ബാലു. പക്ഷേ അംബികാദേവി മരിച്ചതിന് ശേഷം പിന്നെ ബാലുവിനെ ആരും കണ്ടിട്ടില്ല. പോലീസ് കുറേ അന്വേഷിച്ചു. അന്ന് മെയിൻ ഗേറ്റ് സൈൻ ചെയ്ത് ബാലു അകത്തേക്ക് കയറിയതിന് ശേഷം പിന്നെ പുറത്തേക്ക് പോയിട്ടേ ഇല്ല. പോലീസ് ഒരുപാട് അന്വേഷിച്ചെങ്കിലും ബാലുവിനെ കുറിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. അംബികാദേവിയുടെ ആ പ്രോജക്റ്റ് അവൻ്റെയും വലിയൊരു സ്വപ്നമായിരുന്നു. ബാഡ് ലക്ക്, രണ്ടുപേരും ഇന്ന് ജീവനോടെ ഇല്ല. ആ പ്രോജക്റ്റിൻ്റെ ഫുൾ ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യുന്ന ഹാർഡ് ഡ്രൈവ് അംബികാദേവി എന്ത് ചെയ്തു എന്ന് ആർക്കും അറിയില്ല. മരിക്കുന്നതുവരെ ബാലുവിനും. ചിലപ്പോൾ അംബികാദേവിയെ സെർവർ റൂമിൽ വെച്ച് ഇല്ലാതാക്കിയവരായിരിക്കില്ലേ ബാലുവിന്റെ മരണത്തിന് പിന്നിലും? മേ ബി അങ്ങനെ ആവാം. കിരൺ,
താര, ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചു കൂട്ടിയതൊക്കെ തെറ്റായിരുന്നു. നീ കണ്ട് പേടിച്ച രൂപം അംബികാദേവിയുടെ അല്ല. അപ്പൊ രാഗിണി അവളോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൾ നാഗവല്ലിയൊന്നുമല്ല. ബാലു, അവനാണ് ഇതിന് പറ്റും. ബാലുവിൻ്റെ പ്രേതം ഇപ്പോൾ ഉള്ളത് നിരഞ്ജന ദേഹത്താണ്. മരിച്ചുപോയ ബാലു ഒരു ഡാൻസറായിരുന്നു. നമ്മുടെ ഫൈൻഡിങ്സ് എല്ലാം തെറ്റായിരുന്നു. ഈ ഓഫീസിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ അവനാണ്, നിരഞ്ജൻ. അപ്പോൾ നാഗവല്ലി കുഴപ്പമൊന്നുമില്ല? ഇല്ല ശങ്കുണ്ണി, നാഗവല്ലിയൊക്കെ ഇപ്പോൾ ട്രെൻഡ് ഔട്ടായി. ഈ കഥയിലെ വില്ലൻ രാമനാഥനാണ്. അപ്പോൾ ബാലു നിരഞ്ജൻ്റെ ദേഹത്താണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായത്? അന്ന് മെയിൻ ഗേറ്റിൽ സൈൻ ഇൻ ചെയ്ത് കയറിയ ബാലുവിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബാലു മിസ്സിങ് ആയതൊന്നുമല്ല. ആരൊക്കെ ചേർന്ന് കൊലപ്പെടുത്തിയതിന് ശേഷം ശങ്കുണ്ണി പറഞ്ഞ പോലെ ചത്ത പട്ടിയും പൂച്ചയും കൊണ്ട് കുഴിച്ചിരുന്ന ഈ ബിൽഡിങ്ങിൻ്റെ എവിടെയോ കൊണ്ട് കുഴിച്ചിട്ടു. അന്ന് ഈ കമ്പനിയിലെ എൻ്റർടൈൻമെൻറ്റ് ഓഫീസറായിരുന്നു ബാലു. ആ ആനുവൽ ഫെസ്റ്റിന് അംബികാദേവിയെ പഠിപ്പിക്കാൻ വെച്ചെന്ന ഡാൻസാണ് ഇന്ന് നിരഞ്ജൻ രാഗിണിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അവരൊന്ന് പ്ലേ സ്റ്റേഷനിൽ ഡാൻസ് ചെയ്യുന്ന കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചിരുന്നു. കുറച്ച് പഴയ സ്റ്റെപ്സാണ് പുതിയ പാട്ടിന് അവർ യൂസ് ചെയ്യുന്നത്. ഈ ഹാർഡ് ഡ്രൈവ് ഇപ്പോൾ നിരഞ്ജൻ്റെ ദേഹത്തുള്ള പ്രേതാത്മാവ് ഈ ഹാർഡ് ഡിസ്കിലുണ്ട്. ഇത് നശിപ്പിക്കുന്നതോടുകൂടി ബാധ നിരഞ്ജൻ്റെ ദേഹത്ത് നിന്ന് ഒഴിഞ്ഞു പോകും. വാട്ട്? ഹിസ് എ ഗോസ്റ്റ്? ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അടുത്ത വാവിന് നീ മേളി ഇരുന്നനെ. രക്ഷപ്പെട്ടു. കൊണ്ടുപോയി വല്ല ആറ്റിലോ പുഴയിലോ കളഞ്ഞേക്കണം. രാമനാഥനും നാഗവല്ലിയൊന്നും ഇനി പടി കയറൂല. ഓക്കെ.